ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ തന്നെ ആവന്തിക ഇങ്ങനെ ചായയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. ജലജ അങ്ങോട്ടേക്ക് കയറി ചെന്ന് നമ്മുടെ ആവന്തികയോട് ഓരോ കാര്യം പറയുമ്പോഴത്തേക്കും ആവന്തിക പറയുന്നുണ്ട്, അമ്മയുടെയും ഏട്ടന്റെയും സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയെങ്കിലും അത് മാറ്റിക്കോ, ഇല്ലെങ്കിൽ ശരിയാകത്തില്ല. അറിയാലോ, ഏട്ടൻ ഇവിടെ കള്ളത്തരം കാണിച്ചാൽ നിൽക്കുന്നത്. ആ പെങ്കൊച്ച് ഏട്ടന്റെ ആന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്റെ പൊന്നു പെണ്ണെ, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അവളുണ്ടല്ലോ, ആ മൂദേവി, ആ നവ്യ, അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടെടുത്ത് തലതിരിച്ച് വെക്കും. നീ ഒന്ന് പതുക്കെ പറയാൻ പറയുമ്പോ പിന്നെ കള്ളത്തരം ചെയ്തെല്ലാം കൂട്ടി വെച്ചിട്ട് ഇനിയിപ്പോ പതുക്കെ പറയാൻ പറഞ്ഞാൽ മതിയല്ലോ. അത് പിന്നെ അവനൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ. ഓ, എന്തൊരബദ്ധം! അബദ്ധം പറ്റിപ്പോയി. എല്ലാം ചെയ്തു വെച്ചിട്ട് തള്ളയും മോനും കൂടെ അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞോണ്ട് അങ്ങ് ഇരുന്നോ. എടി, നീ എന്താടി ഇപ്പൊ ഇത്രയ്ക്ക് മാറിപ്പോയത്? നീ 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 എങ്ങനെയാടി മാറിയത്? മാറണം. ഇനി മാറിയില്ലേ പിന്നെ എപ്പോഴാ അമ്മേ മാറുന്നത്? മര്യാദയ്ക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അനന്തപുരി തറവാട്ടിന്റെ സ്വത്തില് എന്തെങ്കിലുമൊക്കെ ഷെയർ വെക്കുമ്പോൾ നമുക്കും കൂടെ കിട്ടും അല്ലേ. ഇല്ലെങ്കിൽ പിന്നെ കിട്ടാനും പോകുന്നില്ല. പിന്നെ എനിക്ക് ഷെയർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഇത്രയും നോക്കിയില്ലേ അവർ, അത് തന്നെ വലിയ കാര്യമല്ലേ. അതെ അമ്മേ, എനിക്ക് എല്ലാ കാര്യവും അറിയാം. അതുപോലെ തന്നെ നമ്മൾ ഈ വീട്ടിൽ ആരാണെന്നും എന്താണെന്നും ഒക്കെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് നമ്മൾ. അപ്പൊ അതനുസരിച്ച് നിൽക്കാൻ പഠിക്കണം. നിൽക്കാൻ പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ ഇരിക്കും. ദേ, ഏട്ടനോട് പറ ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാന്, ഇല്ലെങ്കിലേ ഇത് ഇവിടെ ഒന്നും നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചായയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ആവന്തിക അവിടെ നിന്ന് പോവുക. ഈ പെണ്ണിന് എന്തൊരു മാറ്റം ഇത്! ഇവളെന്തിനും ഇങ്ങനെ മാറിയത്? ഇവള് നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. നയനയും നവ്യയും ഒക്കെ ഇഷ്ടമല്ലാതിരുന്നവളെ ഇപ്പൊ എല്ലാവരെയും പൊക്കി പറയുന്നു. ഇവളെന്താ ഇങ്ങനെയായി പോയത് എന്നുള്ള രീതിയിൽ ജലജ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ ആവന്തികയുടെ മാറ്റമേ, ആവന്തികയും ജലജയുടെ അതേ സ്വഭാവക്കാരിയാണല്ലോ. ഇതെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് സ്വഭാവം എല്ലാം. ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ അഭിനെയാണ്. അപ്പൊ അഭിയാണെങ്കിൽ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഒരു കോഫിയൊക്കെ ഇട്ടുകൊണ്ട് ചെല്ലുക. അഭിയല്ല, സോറി, അനിയാട്ടോ. അനിയാണ് കാണിക്കുന്നത്. അപ്പൊ അനി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഒരു കോഫിയൊക്കെ ഇട്ടുകൊണ്ട് ചെല്ലുകയാണ് അവന്തിക. അങ്ങനെ കോഫിയൊക്കെ ഇട്ട് ചെന്ന് പതുക്കെ സോപ്പ് ഇടാനാട്ടോ. സോപ്പ് ഇട്ടിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. മാത്രമല്ല, നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ചിന്റെ MD ഇപ്പൊ അനിയാണല്ലോ. അപ്പൊ അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാകണം. കാര്യങ്ങളൊക്കെ ഒന്ന് അവിടത്തേക്ക് അറിഞ്ഞ് അതൊക്കെ ഒന്ന് പഠിക്കണമെങ്കിൽ നമ്മുടെ അനിയെ ചാക്കിടണം. അപ്പൊ അനിയെ പതുക്കെ ചെന്നൊരു കോഫിയൊക്കെ കൊടുത്തിട്ട് ഇത് കുടിച്ചു നോക്കാന്ന് പറയുമ്പോഴത്തേക്ക്, കോഫി ഇട്ടോ നീ? നിനക്ക് കോഫി ഇടാൻ അറിയാമോ? അതെന്താ, എനിക്ക് കോഫി ഇടാൻ അറിയത്തില്ല, അതെനിക്ക് കോഫിയൊക്കെ ഇടാം. ഇത് കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അനിയേട്ടൻ പറയാന്ന് പറയും. അപ്പൊ നമ്മുടെ അനി കുടിച്ചിട്ട് പറഞ്ഞു, ഇതിൽ ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇതിൽ ഏലക്ക ഇഞ്ചിയൊക്കെ ഇട്ടാ ഞാൻ ഉണ്ടാക്കിയത്. ഇതെന്റെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കോഫിയാണ്. ഞാൻ അനിയേട്ടന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നാണ്. അനിയേട്ടനെ ഇപ്പൊ മൂർത്തീസ് ജ്വല്ലറി MD അല്ലേ, എന്നിട്ട് ഒരു ചായ ഇട്ട് ഒരു കോഫി ഇട്ട് തന്നില്ലെങ്കിൽ അതിന്റെ നാണക്കേട് എനിക്കല്ലേ എന്ന് പറയുമ്പോ, ഓ, അങ്ങനെയൊന്നും നീ കരുതുമൊന്നും വേണ്ട. അല്ല, നീ എന്താ, നിനക്ക് ഒരു ദിവസം അങ്ങോട്ടേക്ക് ഇറങ്ങത്തില്ലായിരുന്നോ മൂർത്തീസ് ജ്വല്ലറിയിലേക്ക്? അത് പിന്നെ അനിയേട്ടാ, ഞാൻ അങ്ങോട്ടേക്ക് വന്നാല് അതെന്തിനാ വെറുതെ? പക്ഷെ എനിക്ക് അങ്ങോട്ട് വരണമെന്നും കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ ഉണ്ട്. എന്നാ പിന്നെ നിനക്ക് അങ്ങോട്ടേക്ക് വരത്തില്ലേ? നിനക്ക് MD ആകണമെന്നുണ്ടോ? എന്നാ നിന്നെ MD ആക്കാം. അയ്യോ, ഈ MD ഒന്നും എനിക്ക് ആകണ്ട, അത്രയ്ക്കുള്ളതൊന്നും എനിക്കൊന്നുമില്ല. പക്ഷെ അവിടെ വരണം, കാര്യങ്ങളൊക്കെ അറിയണം, മനസ്സിലാക്കണം എന്നൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ഒരു ദിവസം പോരെ? ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്. ഒരു ദിവസം വരണം. അത് തന്നെ എന്റെ തീരുമാനം. ഒരു ദിവസം വന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കാമല്ലോ എനിക്കും. ഏതായാലും അനിയത്തെ എനിക്കെല്ലാം പറഞ്ഞൊക്കെ തരില്ലേന്ന് ചോദിച്ചപ്പോൾ, നിനക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ആദർശേട്ടന്റെ അത്ര ഒന്നും ഒക്കത്തില്ല കേട്ടോ. ആദർശേട്ടൻ ഇരിക്കുമ്പോഴായിരുന്നെങ്കിൽ നിനക്ക് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും സെറ്റാക്കി തന്നേനെ. ആദർശേട്ടന്റെ അത്ര ഒന്നും ഞാൻ എത്തത്തില്ല, എങ്കിലും എനിക്കറിയാവുന്ന കാര്യമൊക്കെ പറഞ്ഞു തരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓക്കെ ആയിക്കോട്ടെ, ഞാൻ വരാം. പിന്നെ ഈ അനിയേട്ടന്റെ ഈ ഒരു സെറ്റപ്പ് ഒക്കെ അങ്ങ് മാറ്റണം. ഇപ്പൊ MD അല്ലേ, അപ്പൊ ഇങ്ങനത്തെ സെറ്റപ്പ് ഒന്നും അല്ല. അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി MDയുടെ ഒരു ലുക്ക് വരണമെന്ന് പറഞ്ഞപ്പോ, എന്ത് ലുക്ക്? എനിക്ക് ഈ ലുക്കൊക്കെ മതി, ഇതിൽ കൂടുതൽ ലുക്കൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോ, അതൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല. നല്ലൊരു അടിപൊളി ലുക്ക് വേണം. ഒരു നല്ലൊരു ലുക്ക് ഉണ്ടെങ്കിലേ അതൊരു പ്രത്യേക ഒരു ഇതാണ്. MD സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ലുക്ക് വേണം അനിയേട്ടാ. ഏതായാലും ഞാനൊരു 2-3 ഡ്രസ്സ് മേടിച്ചു തരാന്ന് പറയുമ്പോ, ഡ്രസ്സോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ ഇപ്പൊ എത്ര ഡ്രസ്സ് മേടിച്ചു തന്നാലും ഞാൻ ഇതൊക്കെ തന്നെ എടുത്തോളൂ. ഞാനെന്നും അനി തന്നെയാ. ആ MD സീറ്റ് എന്റെ സ്വന്തമല്ല, അതിലിപ്പം തൽക്കാലം ഞാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ചേട്ടൻ വരുമ്പം ഞാൻ അത് കൊടുക്കും. എന്ത് ചെയ്യാനാ, എനിക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കാൻ ചേട്ടാ. ഇവിടെ ആണെങ്കിൽ അമ്മായിമാരൊക്കെ ഉണ്ട്, സംസാരിക്കുകയൊക്കെ ചെയ്യാം. അവരോട് എത്രമാത്രം എന്ന് പറഞ്ഞാ സംസാരിക്കുന്നത്. പിന്നെ നയനേച്ചിയും ഉണ്ടായിരുന്നപ്പം അവരോട് സംസാരിക്കായിരുന്നു. അവരിപ്പോ ഇവിടെ ഇല്ലല്ലോ. പിന്നെ നവ്യേച്ചിയുടെ കാര്യം അറിയാലോ,
നീച്ച് സംസാരിക്കാനൊന്നും നിൽക്കുന്ന കൂട്ടത്തിലല്ല. ആകെ പട ബോറടിയാ. അല്ല നീ ഇവിടെ പലപ്പോഴും കാണാറില്ലല്ലോ, നീ എങ്ങോട്ടാ പോകുന്നത്? ഓ ഇവിടെ ഇരുന്ന് ബോറടിക്കില്ലേ, അപ്പൊ ഞാൻ എങ്ങോട്ടെങ്കിലും ഒക്കെ അങ്ങ് ഇറങ്ങി പോകും. ഏതായാലും ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരാം, മൂർത്തീസ് ജ്വല്ലറിയിലേക്ക്. അവിടെ വന്ന് അനിയേട്ടന്റെ കൂടെ ഇരിക്കാമല്ലോ, കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ശരി ആയിക്കോട്ടെ എന്ന് നമ്മുടെ അനി പറയുന്നുണ്ട്. എനിക്കറിയില്ലല്ലോ അവന്തികയുടെ ഉദ്ദേശം എന്താണെന്ന്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആദർശ് ആ ഹോട്ടലിൽ താമസിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ആ റെസ്റ്റോറന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡേവിഡിന്റെ പിന്നിലുള്ളവരൊക്കെ ആ ഒരു ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മിക്ക ദിവസം വരുന്നതാണ് എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ആദർശ് ആ ഹോട്ടലിലേക്ക് പോയിട്ട് അവിടെ താമസിക്കാൻ ഒരു ഇതെടുക്കുകയാണ്, റൂം എടുക്കുകയാണ്. അപ്പൊ ഡേവിഡിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർക്ക് വലിയ കാര്യമൊന്നുമില്ല. അതുമല്ല ഡേവിഡ് ആദർശിന് കൊടുത്തോളാൻ പറഞ്ഞു. ആദർശ് അല്ലല്ലോ, സിംഗ് ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ആ പ്രകാരമാണ് ഡേവിഡ് പറഞ്ഞത് പ്രകാരം ഒരു നല്ല റൂമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്, കാർഡ് തരാൻ പറഞ്ഞപ്പോ കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആദർശ് ആ ഒരു റൂമിലേക്ക് ഇങ്ങനെ താമസത്തിന്, അതായത് താമസമല്ല, ഒരു ദിവസം ആ റൂമിലേക്ക് താമസിക്കാൻ വേണ്ടി അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ആ ഒരു റൂം എടുക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ പെട്ടെന്ന് നാഗേന്ദ്രൻ വരും. അപ്പൊ നാഗേന്ദ്രനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ ആദർശിന് അഭിയുടെ അച്ഛനാണെന്ന്. അതുകൊണ്ട് നാഗേന്ദ്രൻ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഒരു മാസ്ക് എടുത്ത് വെച്ച് മുഖം കൊണ്ട് മറക്കുകയാണ്. എന്നിട്ട് സിംഗിന്, അതായത് സിംഗ് ആയിട്ടാണ് നമ്മുടെ ആദർശാന്ന് അറിയത്തില്ല കേട്ടോ, നാഗേന്ദ്രന് ആദർശാന്ന് അറിയത്തില്ല, പുറത്തുനിന്ന് വന്ന ഏതോ ഒരു സിംഗ്. അപ്പം പെട്ടെന്ന് നാഗേന്ദ്രനാണെങ്കിൽ മാസ്ക് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇതിനകത്തിന് പുറത്തുനിന്ന് ഒരാൾക്ക് ഇവിടെ ഇപ്പം താമസിക്കാൻ ഇവര് റൂം ഒരുക്കി കൊടുത്തത്, ഓഹോ അത് ചോദ്യം ചെയ്യണമല്ലോ, അതങ്ങനെ ശരിയാവത്തില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇവിടെ AM ജ്വല്ലറി ആയിട്ട് ബന്ധപ്പെട്ടവരെ മാത്രം ഇവിടെ കയറ്റാവുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്താ പറ്റി ഇവർ ഇത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്കാരോട് ചെന്ന് പറയാണ്, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു റൂം കൊടുത്തത്, അങ്ങനെ കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞിരുന്നോ, ഇല്ലല്ലോ, ഞങ്ങൾ പറയുന്ന ആൾക്കാർക്ക് മാത്രമല്ല ഇവിടെ റൂം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പം അവിടെ ഇരിക്കുന്ന ആ ഒരു ലേഡി പറഞ്ഞു, അത് പിന്നെ സാറേ എന്നോട് ഡേവിഡ് സാറ് പറഞ്ഞായിരുന്നു റൂം കൊടുത്തോ കുഴപ്പമില്ല, അറിയുന്ന ഒരാളാണ്, ഒരു ഫ്രണ്ടാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആരൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്നതായിരിക്കണം ഇവിടുത്തെ അവസാന വാക്ക്, അതുകൊണ്ട് ആ റൂം പെട്ടെന്ന് വെക്കേറ്റ് ചെയ്യാൻ പറയണം, ഇനി അവിടെ നിർത്താൻ പാടില്ല ആ റൂമിൽ എന്ന് പറയുമ്പോൾ അത് പിന്നെ സാറേ ഞാൻ എങ്ങനെയാ പറയുന്നത്, മാനേജറെ വിളിക്കുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് നാഗേന്ദ്രൻ മാനേജറെ വിളിക്കാൻ പറയും. അങ്ങനെ മാനേജർ വന്ന ഉടനെ പറഞ്ഞു തന്റെ ജോലി പോകണ്ട എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അയാളെ മാറ്റിക്കണം, അറിയാലോ എന്റെ സ്വഭാവം, അതുകൊണ്ട് പുറത്തുനിന്ന് ഒരൊറ്റ കുഞ്ഞിന് ഇവിടെ കൊടുക്കരുതെന്ന് പറഞ്ഞത്. ഇപ്പൊ ഡേവിഡ് ആണെങ്കിലും ലോകത്ത് ഏത് മറ്റവനാണെങ്കിലും ഞാൻ സമ്മതിക്കത്തില്ല, പെട്ടെന്ന് മാറ്റിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ MD വിളിക്കും, കാര്യങ്ങളൊക്കെ പറയും, പിന്നെ നിന്റെ ജോലി പോകുന്നു പറഞ്ഞപ്പോഴത്തേക്കും സാറെ പെട്ടെന്ന് ഒരാൾക്ക് റൂം കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോകാനൊക്കെ പറയുന്നത്, അതൊന്നും സാരമില്ല, അവർക്ക് എന്ത് തോന്നുന്നു എന്ത് വിചാരിക്കുന്നു എന്നൊന്നും നോക്കണ്ട, എത്ര പൈസ വേണമെങ്കിൽ നമുക്ക് ഫണ്ട് റീഫണ്ട് ചെയ്യാം, എന്നിട്ട് കൂടുതൽ പൈസ കൊടുക്കണോ നമുക്ക് കൊടുക്കാം, പക്ഷെ അയാൾ ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് നമ്മുടെ ആദർശിനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി നാഗേന്ദ്രൻ ആവശ്യപ്പെടുന്നത് അനുസരിച്ച് മാനേജർ നമ്മുടെ ആദർശന്റെ റൂമിൽ ചെന്നിട്ട് ആദർശനോട് ആവശ്യപ്പെടുകയാണ്, സാർ ക്ഷമിക്കണം, സാറിന് ഇവിടെ റൂമില്ല, നേരത്തെ ഒരു മാരേജ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം അവിടുത്തെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, ബൾഗായിട്ടാണ് ആൾക്കാർ വരുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യണം, സാറ് വെക്കേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ താൻ എന്താണോ ഈ പറയുന്നത്, അങ്ങനെയൊക്കെ വെക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശം ചോദിക്കുമ്പോൾ സാറേ ക്ഷമിക്കണം സാറേ, എന്റെ ജോലി പോകുന്ന കേസാ, നേരത്തെ എങ്ങാണ്ട് ഉണ്ടായിരുന്നായിരുന്നു, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പൊ ആദർശന് എന്തൊക്കെയോ സംശയം തോന്നുകയാണ് കേട്ടോ, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, നേരത്തെ വന്നേക്കുന്നതല്ലേ, പിന്നെ എന്തിനാ ഇപ്പം പിന്നെ നീക്ക് നേരത്തെ എനിക്ക് റൂം തരാതിരുന്നാ പോരായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു സാറേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറ്റിപ്പോയൊരു തെറ്റാണ്, ക്ഷമിക്കണം, വേറെ എങ്ങോട്ടും വിളിച്ച് പറയരുത്, MD വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആദർശിനെ അവര് അവിടെ നിന്ന് ഇറക്കി വിടുകയല്ല, ആദർശ് പറഞ്ഞു ഓക്കെ എനിക്ക് റീഫണ്ട് ചെയ്യണം, റീഫണ്ട് ചെയ്ത് ഞാൻ ഇവിടുന്ന് പൊക്കോളാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ കാര്യങ്ങൾ ഒതുക്കി തീർക്കാണ്. പക്ഷേ ആദർശിന് സംശയം കൂടുകയാണ് കേട്ടോ. അപ്പം ഉറപ്പായി കൺഫേം ആയി നമ്മുടെ ഡേവിഡിന്റെ പിന്നിലുള്ള കുറച്ച് ആളുകള് അവര് ഇവിടെ തന്നെ ഉണ്ട്, ഇതിനെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ കണ്ടുപിടിക്കുക എന്ന് മനസ്സിലായി. അങ്ങനെ ആദർശ് നേരെ നമ്മുടെ നന്ദുവിനെ ഫോൺ ചെയ്യാണ് കേട്ടോ. അപ്പൊ നന്ദുവിനെ ഫോൺ ചെയ്തിട്ട് നന്ദുവിനോട് പറയാണ്, നന്ദു ഞാനിവിടെ വന്നു, പക്ഷെ അവരിപ്പോ റൂം വെക്കേറ്റ് ചെയ്യാനാണ് പറയുന്നത് ചോദിച്ചപ്പോ അതെന്തിനാ അവർ അങ്ങനെ പറയുന്നത് ആദർശേട്ടാ, അത് എവിടുത്തെ ന്യായമാണ്, അത് ന്യായമാണോ, അത് ന്യായമൊന്നുമല്ല, പക്ഷെ ഇവിടെ എന്തൊക്കെയോ ചുറ്റിക്കളികൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരാളാണല്ലോ, അപ്പം ആരൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ വന്ന് കയറിയിരിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് തന്ത്രപൂർവ്വം എന്നെ ഇവിടുന്ന് മാറ്റുന്ന, ഏതായാലും മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ നിന്നോട് സംസാരിക്കുന്നത് പോലും ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ, CCTV ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, ഏതായാലും നമുക്ക് ഇവിടെ തന്നെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം, ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും ഇതിന്റെ പിന്നിൽ ആരാണ് എന്താണ് എന്നൊക്കെ ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്.
എന്നിങ്ങനെ നന്ദുവിനോട് പറഞ്ഞപ്പോഴത്തേക്കും നന്ദു പറഞ്ഞു, ആദർശേട്ടാ എന്നാ നമുക്ക് അതിന് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഏതായാലും ഡേവിഡിന്റെ പിന്നിലുള്ള ആളുകൾ ആരാണ് എന്ന് കണ്ടുപിടിക്കലാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതിപ്പോ നമുക്ക് അതുമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാന്ന് പറയുമ്പോ, അതെ 3-ാം മാസം ആകുമ്പോ അറിയാലോ, എന്റെ ഭാര്യയുടെ ചടങ്ങുണ്ട്, നീ വന്നേക്കണം, അപ്പൊ ഈ ജോലിയാന്നും പറഞ്ഞ് ഇരിക്കരുതെന്ന് പറഞ്ഞപ്പം, ആ ജോലിയൊക്കെ ജോലി തന്നെയാണ്, എങ്കിലും ഞാൻ പരമാവധി ശ്രമിക്കാട്ടോ ആദർശേട്ടാന്ന് പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയാണ്. അപ്പൊ മുത്തശ്ശൻ ഒരു അടിപൊളി ഒരു നെക്ലേസ് നമ്മുടെ നയനയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി 3-ാം മാസത്തെ ചടങ്ങിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പണിയിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ മുത്തശ്ശീനെ കാണിച്ചപ്പോഴത്തേക്കും മുത്തശ്ശിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എന്ത് രസമോ ഇത് കാണാൻ, ഇതുപോലെ പറഞ്ഞു എനിക്ക് നിങ്ങൾ പണിത് തന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പം, അത് പിന്നെ അന്നൊന്നും ഇത്രയ്ക്ക് ഭാഷണം ഇല്ലായിരുന്നല്ലോ, ഇതിപ്പോ പുതിയ മോഡലാന്ന് പറഞ്ഞപ്പോൾ ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഏതായാലും ഞാനിതൊന്നും കൊണ്ട് കാണിക്കട്ടെ, പക്ഷേ ദേഹം അങ്ങോട്ട് വരുന്നില്ലല്ലോ 3-ാം മാസത്തെ ചടങ്ങിന്, അതാ എനിക്ക് വിഷമം എന്ന് പറയുമ്പോൾ, അതൊന്നും സാരമില്ല, അതൊന്നും കാര്യമാക്കണ്ട നീ, ഞാൻ അവിടെ ഉള്ളതുപോലെ തന്നെയാണല്ലോ, നീ എനിക്ക് വീഡിയോ കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നാൽ മതി, പിന്നെ നീ അങ്ങോട്ടേക്ക് ചെല്ല്, എല്ലാവരെയും കാണിക്കും, ഞാൻ പുറകെ വന്നോളാന്ന് പറഞ്ഞപ്പം, അതെന്താ പുറകെ വരുന്നത്, നിങ്ങൾ എന്തിനാ, അതായത് അദ്ദേഹം എന്തിനാ ഇപ്പൊ എന്റെ പുറകെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ, അതൊക്കെ ഉണ്ട്, ഞാൻ വന്നോളാം, നീ ആദ്യം പോ, ഞാൻ അത് കഴിഞ്ഞിട്ട് പുറകെ വരാന്ന് പറയാ. അങ്ങനെ ഈ ഒരു നെക്ലേസ് കൊണ്ട് കാണിക്കുകയാണ് നമ്മുടെ ദേവയാനിയെ, അജയനെയും ജയനെയും ഒക്കെ കാണിക്കുകയാണ്. ഇത് കാണിച്ചു കഴിഞ്ഞപ്പോൾ ദേവയാനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ദേവയാനിയുടെ കഴുത്തിൽ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ സൂപ്പർ ഒരു അടിപൊളി ഒരു നെക്ലേസ് ആണ്. അപ്പം ഇത് പണിയിപ്പിച്ചതാന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പൊ ജലജയ്ക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര അസൂയയും കുശുമ്പും. ജലജ ഇത് കണ്ടിട്ടാണെങ്കിൽ, അയ്യോ അവൾ എന്തൊരു ഭാഗ്യവതിയോ, അവൾക്ക് ഇത് കിട്ടൂലോ, ഇപ്പൊ ഇത് പണിയിപ്പിച്ചതായോണ്ട് സ്വർണത്തെക്കാൾ കൂടുതൽ വില കാണും, ഇപ്പൊ ഇതിന് പണിക്കൂലിയൊക്കെ കൂട്ടിയ നല്ല വില കാണുമായിരിക്കും, നല്ല മതിപ്പുണ്ട് അല്ലെങ്കിലും ഇതിന് എന്നുള്ള രീതിയിൽ നമ്മുടെ ജലജ ഈ നെക്ലേസിൽ കണ്ണൊക്കെ വെക്കുന്നുണ്ട്. ഏതായാലും ദേവയാനി ഇത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ മുത്തച്ഛൻ വന്നിട്ട്, ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ നിനക്ക് എന്നിങ്ങനെ നമ്മുടെ മുത്തശ്ശിയോട് ചോദിക്കുക. അഭിനയിക്കുന്നതാണ് കേട്ടോ, മുത്തച്ഛനാണ് സത്യം പറഞ്ഞിട്ടുണ്ട് ആ നെക്ലേസ് മേടിച്ചത്. ഇത്രയും ആർഭാട ചെലവ് കാണിക്കേണ്ട ഒരാവശ്യവും ഇല്ല, എന്തിനാ ഇത്ര ആർഭാടം കാണിക്കുന്നത്, പിന്നെ ഉണ്ടല്ലോ നിങ്ങൾക്കെല്ലാം കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് ആർഭാടം കാണിക്കാലോ എന്ന് പറയുകയാണ്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, പിന്നെ നയനമോക്ക് കൊടുക്കാനല്ലേ, അതിനിപ്പോ എന്താ ആർഭാടം കാണിക്കുന്നതിന് പ്രശ്നം എന്ന് പറയുമ്പോൾ, എനിക്കൊരു കുഴപ്പമില്ല, എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യുക എന്നുള്ള രീതിയിൽ മുത്തശ്ശൻ ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ നമ്മുടെ ആദർശിന്റെ കുറെ കുറ്റവും കൂടെ മുത്തച്ഛൻ അങ്ങ് പറയുകയാണ് കേട്ടോ. അവന്റെ ഭാര്യയല്ലേ, അതുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമോളാണ് അല്ലെങ്കിൽ പിന്നെ നയനയാണെന്ന് ഞാൻ ഓർത്തേനെ, പക്ഷെ അവന്റെ ഭാര്യ അവന്റെ കൂടെ തന്നെയാണല്ലോ നിൽക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ആ ഒരു വിരക്തി എനിക്ക് കാണിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ മുത്തച്ഛൻ ഇങ്ങനെ കുറെ പറഞ്ഞങ്ങോട്ട് അഭിനയിച്ച് തകർക്കാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ ഉടനെ തന്നെ ഡേവിഡിന്റെ പിന്നിലെ ആൾക്കാരെയൊക്കെ നമ്മുടെ നാഗേന്ദ്രനെയും അവന്തികനെയൊക്കെ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്ദുവിന്റെ സഹായത്തോടു കൂടി തന്നെ അവരെ എല്ലാം പൊക്കും. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടെ. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താണ്. ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.